പ്രവാസം അതൊരു കഥയാണ്. ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളാക്കി പറക്കുന്നവന്റെ കഥ. ഉള്ളിലെ സങ്കടങ്ങളെല്ലാം പുഞ്ചിരിയിൽ ഒതുക്കുന്നവരുടെ കഥ. ഉള്ളുലയുന്നവന്റെ കഥ. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും മോഹിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവന്റെ കഥ. അവർക്കായി കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. തിരക്കൊഴിഞ്ഞ നേരങ്ങളിലെ ചില സല്ലാപങ്ങളുണ്ടായിരുന്നു. അകലെയാണെങ്കിലും അടുത്തുള്ളൊരു വികാരമുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പ്രവാസികൾക്ക് ഏറ്റവും ഇഷ്ടം സൗഹൃദം എന്ന വാക്കിനോടാവും. സൗഹൃദങ്ങൾ ഒത്തുള്ള ഓരോ നിമിഷവും അതൊരാഘോഷം തന്നെയാണ്. അതറിയാൻ ഒരിക്കലെങ്കിലും പ്രവാസിയാവണം. പ്രവാസം ഇഷ്ടപ്പെട്ടു എങ്കിൽ അതിനുള്ള കാരണം ഈ സൗഹൃദങ്ങൾ തന്നെ. പ്രവാസ ലോകത്തിൽ നിന്നുള്ള എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരി എഴുതിയ ഒരു കഥ നമുക്ക് കേൾക്കാം. പ്രവാസം അനുഭവപ്പെടുന്നത് പലർക്കും പല രീതിയിലാകാം. ആ കഥയൊന്ന് കേട്ടാലോ? എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടയിൽ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. തലേന്ന് രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ലല്ലോ. കുഞ്ഞിനെ വിട്ട് ഒരു ദിവസം പോലും എങ്ങോട്ടും മാറി നിന്നിട്ടില്ല. ഉമ്മ അവനെ പൊന്നുപോലെ നോക്കുമെങ്കിലും അവന് എല്ലാത്തിനും താൻ തന്നെ വേണം. ലഗേജ് തയ്യാറാക്കുന്ന നേരത്ത് അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം കാണാനായി. ഒരു ദൂരയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണെന്ന് ആ കുഞ്ഞു മനസ്സിന് മനസ്സിലായി കാണണം. പാവം കുട്ടി, അവൻ അറിയുന്നില്ലല്ലോ നാളത്തെ യാത്രയിൽ അവന്റെ ഉമ്മി അവനെ കൂടെ കൂട്ടുന്നില്ലെന്ന്. ഉറക്കാൻ കിടത്തിയിട്ടും യാത്ര പോകാനുള്ള ആവേശത്തിൽ അവൻ 100 കൂട്ടം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഞെട്ടി ഉണർന്നു പുറത്തോട്ട് നോക്കുമ്പോൾ എയർപോർട്ട് എത്താറായിരിക്കുന്നു. മുടിയെല്ലാം ഒതുക്കി വെച്ച് ഷോൾ നേരെയിട്ടു. ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ കഴിഞ്ഞ തവണ തങ്ങളെ യാത്രയയക്കാൻ എയർപോർട്ടിൽ ഉമ്മയുണ്ടായിരുന്നല്ലോ എന്നോർത്തു. ഒരു കണക്കിന് ആരുമില്ലാത്തതാണ് നല്ലത്. അല്ലെങ്കിലും ജീവിതത്തിൽ ഓരോ മനുഷ്യനും ഒറ്റയ്ക്കല്ലേ. ആരെല്ലാമോ നമുക്കുണ്ട് എന്നതൊരു വിശ്വാസം മാത്രമാണ്. ആത്യന്തികമായി ഒരൊറ്റയാൾ പോരാട്ടമായി പൊരുതി മുന്നേറേണ്ട യുദ്ധത്തിന്റെ പേരാണ് ജീവിതം. ബോർഡിംഗ് പാസ് എടുത്ത ശേഷം ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. വിമാനം 1 മണിക്കൂർ വൈകിയേ എത്തൂ എന്ന അറിയിപ്പുമുണ്ട്. അല്ലെങ്കിലും കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ യാത്ര ചെയ്യുമ്പോൾ പലതും കണ്ടില്ലെന്ന് വെക്കേണ്ടി വരും. വിമാനത്തിൽ തന്റെ അടുത്ത് വന്നിരുന്ന സ്ത്രീയുടെ കയ്യിൽ മകന്റെ അതേ പ്രായത്തിലൊരു കുഞ്ഞുണ്ട്. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അവർ കാണാതെ ഒപ്പാൻ പാടുപെട്ടു. വീണ്ടും മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി. വല്ലാത്ത ഒരുതരം ആശങ്കയും അനിശ്ചിതത്വവും. ചിന്തകളിൽ നിന്നും ചിന്തകളിലേക്ക് തീ പടർന്നു പിടിക്കുകയാണ്. അവ ഭൂതകാലം ചികയാൻ തുടങ്ങിയതോടെ പിന്നിട്ട നാളുകളും സംഭവങ്ങളും ഒരു മായാക്കാഴ്ച പോലെ മിന്നിമറഞ്ഞു. എത്ര പെട്ടെന്നാണ് യൂട്യൂബിൽ അറിയപ്പെടുന്ന ഒരു ഫുഡ് ബ്ലോഗറായി താൻ ഉയർന്നു വന്നത്. ചെറുപ്പത്തിലെ തന്നെ പാചകം ഒരു ഹരമായിരുന്നു. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. വല്യുപ്പ ഒന്നാം തരം ഒരു പാചക വിദഗ്ധൻ ആയിരുന്നുവല്ലോ. വല്യുപ്പയുടെ കൈപുണ്യമാണ് കൊച്ചുമോൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയാത്ത നാട്ടുകാരില്ല. ആയിടെ നടന്ന വ്ളോഗേഴ്സ് മീറ്റപ്പിന് പോകാൻ സത്യത്തിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. തന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടേക്കും എന്ന കൂട്ടുകാരുടെ കണ്ടെത്തലിനെ തുടർന്നാണ് പോകാൻ തീരുമാനിക്കുന്നത്. എന്നാൽ അവിടെ തന്റെ ജീവിതത്തിന്റെ തിരക്കഥ മാറ്റി എഴുതാൻ തയ്യാറായിക്കൊണ്ട് ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടെന്ന് സ്വപ്നേബി വിചാരിച്ചില്ല. ഏറെ പ്രശസ്തനായ ഒരു യൂട്യൂബർ ആയിരുന്നു അയാൾ. സുമുഖനും നിരന്തരമായ പ്രണയാഭ്യർത്ഥനകൾ പലവട്ടം തള്ളിക്കളഞ്ഞിട്ടും തന്നെ വിടാതെ പിന്തുടർന്നവൻ. ഒഴിവാക്കാൻ തക്ക കാരണമൊന്നും കണ്ടെത്താൻ കഴിയാതിരുന്നതുകൊണ്ട് തന്നെ ഒടുവിൽ താൻ അർത്ഥസമ്മതം മൂളി. ഉമ്മയുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു.
താനൊരു കുടുംബജീവിതം നയിക്കുന്നത് കണ്ടിട്ട് വേണം ഉമ്മയ്ക്ക് കണ്ണടയ്ക്കാനെന്ന് പറയാത്ത ദിവസങ്ങളില്ല. ചില സമയങ്ങളിൽ വിധി നമ്മുടെ കണ്ണുകൾ വളരെ ഭംഗിയായി കെട്ടിക്കളയും. അത് ശരിക്കും മനസ്സിലാക്കാൻ വിവാഹം കഴിഞ്ഞ് ഒരു 5-6 മാസമെങ്കിലും എടുത്തു. തന്റെ ഉയർന്നു വരുന്ന വരുമാനം മാത്രമാണ് അവന്റെ ലക്ഷ്യമെന്ന് ഞെട്ടലോടെ മനസ്സിലാക്കിയ നാളുകൾ. ഉമ്മയുടെ മരുന്നിനുള്ള പണം പോലും അയക്കാൻ അനുവാദമില്ലാതെ മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസങ്ങൾ. ആ നാളുകളിൽ തന്നെയാണ് താനിപ്പോൾ ഒന്നല്ല രണ്ടാണെന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയുന്നത്. ഒരു സ്ത്രീ ഏറ്റവും സന്തോഷമായി ഇരിക്കേണ്ട ദിവസങ്ങൾ വിധിയെ ശപിച്ചുകൊണ്ട് തള്ളി നീക്കുകയായിരുന്നു. ഇതിനി ഒരു നിലയ്ക്കും മുന്നോട്ടു പോവില്ല എന്ന തിരിച്ചറിവോടെ തന്നെയാണ് പ്രസവത്തിനായി നാട്ടിൽ വന്നിറങ്ങിയതും. ഭൂതകാല ചിന്തകളുടെ തേരിലേറി മനസ്സങ്ങനെ ഏതോരോ ദേശങ്ങൾ താണ്ടിക്കഴിഞ്ഞിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന അറിയിപ്പ് സ്ഥലകാല ബോധം വീണ്ടെടുത്തു. ഏറെ ഗൗരവത്തോടെ ആയിരിക്കണം ഇനിയുള്ള ഓരോ ചുവടുവയ്പ്പുകളും. ഫിദാസ് കിച്ചൻ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള ആശയം മനസ്സിൽ ഉരുത്തിരിഞ്ഞപ്പോൾ മുതൽ വല്ലാത്തൊരു ശുഭപ്രതീക്ഷ തോന്നുന്നുണ്ട്. ദുബായിൽ തന്നെ ഈ സംരംഭം തുടങ്ങണമെന്ന് തന്റെ ഒരു വാശിയായിരുന്നു. ഒരിക്കൽ ഒരുപാട് വേദനിച്ചുകൊണ്ട് ഉപേക്ഷിച്ചു പോയതാണിവിടം. ജീവിതം അതിന്റെ വിവിധ സൗഭാഗ്യങ്ങളോടും കൂടി തന്നെ ഈ നഗരത്തിൽ ജീവിച്ചു തീർക്കണം. വിമാനമിറങ്ങി ലഗേജുമെടുത്ത് പുറത്തു കടക്കുമ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ രേഷ്മയും ഹസീനയും അവരുടെ കുടുംബവും തന്നെയും കാത്തു നിൽപ്പുണ്ട്. തന്റെ ഈ ഉദ്യമത്തിന് അവർ പകർന്നു തന്നെ ഊർജം ചെറുതല്ല. മോനെ പിരിഞ്ഞു വരുന്നതിന്റെ വിഷമം മാറാൻ 2 ദിവസം അവർ തന്റെ കൂടെ തന്നെ കാണുമെന്ന് ഉറപ്പു തന്നിട്ടുണ്ട്. ഹോട്ടൽ മുറിയിലെത്തി ഒരു കുളിയും കഴിഞ്ഞ് ഉഷാറായി പുറത്തേക്ക് വന്നപ്പോഴേക്കും ചായയും സ്നാക്സുമായി 2 പേരും മുന്നിലുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കെയാണ് രേഷ്മ അത് പറഞ്ഞത്. ഹിത, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നീ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഹാഷിമിനെ അറിയില്ലേ? കഴിഞ്ഞ വർഷം അതിഗംഭീരമായി ദുബായിൽ വെച്ച് തന്നെയാണ് അവന്റെ വിവാഹം കഴിഞ്ഞത്. പറഞ്ഞിട്ടെന്താ, ആ വിവാഹബന്ധത്തിന് 2 മാസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവന് നിന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്. നിന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നാണ് അവൻ പറയുന്നത്. നീ എന്തു പറയുന്നു? ഇല്ല രേഷ്മ, രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമേ അല്ല ഇത്. ഒരു വലിയ ലക്ഷ്യമാണ് എന്റെ മുന്നിലുള്ളത്. കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ 1-2 മാസത്തിനകം അത് സാക്ഷാത്കരിക്കാൻ കഴിയൂ. എന്നിട്ട് വേണം ഉമ്മയെയും മോനെയും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇത് മാത്രമാണ് ഇപ്പോഴെന്റെ മനസ്സിൽ. നിശ്ചയദാർഢ്യത്തോടെയുള്ള ആ വാക്കുകൾ അനുഭവത്തിന്റെ തീക്കനലിൽ വെന്ത് പാകപ്പെട്ടവയായിരുന്നു. എന്റെ പ്രിയ കൂട്ടുകാരി ഷപ്നയുടെ ഒരു മനോഹരമായ കഥയായിരുന്നു ഇത്. പ്രവാസികൾ ചിലപ്പോഴൊക്കെ സന്തോഷിക്കുന്നത് ഇങ്ങനെയുള്ള കഥകൾ വായിച്ചുകൊണ്ടായിരിക്കാം. വാക്കുകൾ കൊണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് പ്രവാസികളെ കുറിച്ച്. പക്ഷേ അതിലൊക്കെ അപ്പുറത്ത് അവരുടെ സ്വപ്നങ്ങളെ മറന്ന് ആ ജീവിതമുണ്ടല്ലോ, അതിന് പകരം വയ്ക്കാൻ ഒന്നും കാണില്ല എന്നതാണ് സത്യം. കാരണം അവന് വേണ്ടാന്ന് വെക്കുന്ന സ്വപ്നങ്ങൾ ആ കുടുംബത്തിന് ദാനം ചെയ്യുന്ന അവന്റെ ആയുസിന്റെ നല്ലൊരു ഭാഗമാണ്. ബാക്കിയാകുന്നത് ഒരു പിടി ഗുളികകൾ കഴിച്ച് അവഗണകൾ മാത്രമുള്ള കുറച്ച് അവസാന നാളുകൾ. എന്നാലും മനസ്സിൽ ഒരു കുടുംബത്തെ കൈപിടിച്ചുയർത്തിയ നല്ലൊരു ഓർമ്മയിൽ ചിരിച്ചുകൊണ്ടാവും ആ മരണവും. ഒരുപാട് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. അന്നറിയില്ലായിരുന്നു വീട്ടിൽ പോകുന്നത് അതിലും വലിയ സ്വപ്നമായി മാറുമെന്ന്. ഭാര്യയുടെ പരാതികൾക്കും സഹോദരിയുടെ ആവശ്യങ്ങൾക്കുമിടയിൽ മോനെ നീ എന്തെങ്കിലും കഴിച്ചോ എന്ന അമ്മയുടെ വാക്കുകളിലാണ് പ്രവാസി എന്ന മനുഷ്യൻ ഇന്നും ആശ്വാസം കണ്ടെത്തുന്നത്.